നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി കഴിഞ്ഞപ്പോൾ ഉയരുന്ന ചോദ്യം പൾസർ സുനി ആദ്യം പറഞ്ഞ മാഡം ആരാണ് എന്നുള്ളതാണ്. ആ മാഡത്തിനെ പറ്റി ചില സൂചനകൾ തരാൻ കഴിയുന്ന ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. നമ്മുടെ പ്രത്യേക അതിഥി PR ജോൺ ഡിറ്റോ. ജോൺ ഡിറ്റോയെ വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഡിറ്റോ ഇപ്പോൾ അധ്യാപകനാണ്. എന്നാൽ അദ്ദേഹത്തിന് സിനിമാ രംഗവുമായി മുമ്പും ബന്ധമുണ്ട്, ഇപ്പോഴും ബന്ധമുണ്ട്. അദ്ദേഹം 2016 സഹപാഠി 1975 എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അതിനു മുമ്പ് അദ്ദേഹം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വഴിത്തിരിവുണ്ടാക്കിയതായിട്ട് പോലീസ് അവകാശപ്പെട്ട ബാലചന്ദ്രകുമാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായി ജോലി ചെയ്തിരുന്ന ആളുമാണ് എൻ്റെ കൂടെ ഇപ്പോഴുള്ള PR ജോൺ ഡിറ്റോ. അദ്ദേഹം ഈ കേസിലെ മാഡം ആരാണ്, ഇനി അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത്. അപ്പോൾ അതിനെപ്പറ്റി ചില സൂചനകൾ നമുക്ക് തരും എന്നാണ് ഞാൻ കരുതുന്നത്. ഡിറ്റോ, സ്വാഗതം. നമസ്കാരം. ഡിറ്റോ, ഈ ബാലേന്ദ്രകുമാറിനെ അസിസ്റ്റ് ചെയ്തിരുന്നല്ലോ. ആദ്യം ഒരു മിന്നൽ എന്ന് പറഞ്ഞൊരു സിനിമയിലാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിറ്റോയെ ബാലേന്ദ്രകുമാറുമായിട്ട് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ S രമേശൻ നായരും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് രമേശൻ നായരുടെ തിരുവനന്തപുരത്തെ കുറെ കാര്യങ്ങൾ, ഈ നിയമപരമായ കാര്യങ്ങൾ, വക്കീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നോക്കിയിരുന്നതും ബാലേന്ദ്രകുമാറാണ് എന്നെനിക്കറിയാം. അപ്പോൾ ബാലേന്ദ്രകുമാറിനെ എത്ര കാലത്തെ പരിചയം ഡിറ്റോയ്ക്ക് ഉണ്ടായിരുന്നു? ബാലേന്ദ്രകുമാർ സാറുമായിട്ട് ഒരു 2002 മുതൽ ഉള്ള പരിചയം ഉണ്ട്. ആ സിനിമ അക്കാലത്താണ് മിന്നൽ എന്ന സിനിമ സംഭവിക്കാൻ. അദ്ദേഹം മിന്നൽ എന്ന സിനിമ ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് വരികയും അതിനുവേണ്ടി ഈ മിന്നൽ ആണോ ആദ്യ സംവിധാന സംരംഭം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൻ്റെ ശ്രമം. സിനിമ പുറത്തു വന്നില്ല. ആദ്യത്തെ ശ്രമം ഈ മിന്നലാണ്. അതോടനുബന്ധിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ തിരക്കഥയിലെ ഗുരുവായ AK സാജൻ സാറിൻ്റെ അടുത്താണ് അദ്ദേഹം ആദ്യം തിരക്കഥ എഴുതാൻ. അതായത് ഡിറ്റോ ഈ ബാലേന്ദ്രകുമാറുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ സിനിമാ രംഗത്തുണ്ട്. ഉണ്ട്. ഞാൻ AK സാജൻ സാറിൻ്റെ സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണാൻ എനിക്ക് ബാലേന്ദ്രകുമാർ സാറിനെ എനിക്ക് രമേശ് നായർ വഴി ചെറിയ പരിചയമുണ്ട്. അവിടെ വന്ന് കണ്ട് അറിയാം. അല്ലാതെ AK സാജൻ സാറാണ്, എൻ്റെ അന്യനായ സന്തോഷ് സാറാണ് ഈ പടം എഴുതാൻ ആദ്യമായിട്ടത്. അതിന് സഹായിക്കാനാണ് എന്നെയും വിട്ടത്. അതായത് പ്രശസ്ത സംവിധായകൻ AK സാജന്റെ സഹോദരൻ സന്തോഷാണ് മിന്നലിന്റെ സ്ക്രിപ്റ്റ് ഏറ്റിരുന്നത്. അതിനെ സഹായിക്കാനാണ് സ്ക്രിപ്റ്റ് അസിസ്റ്റൻ്റായിട്ട് എന്നെ വിടുന്നത്. പിന്നീട് അങ്ങനെ ബാലു സാറുമായിട്ട് അടുപ്പമുണ്ടാവുകയും പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ബാലു സാർ എന്ന് പറഞ്ഞാൽ ബാലേന്ദ്രകുമാർ, ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. അതെ. അപ്പോൾ അദ്ദേഹമായിട്ട് പരിചയം വരുന്നതും പിന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് തന്നെ സംവിധാനം സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് അസിസ്റ്റ് ചെയ്യാമെന്നുള്ള മട്ടിലാണ് ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം ഇതിനു വേണ്ടി സഞ്ചരിക്കുന്നതും ഒക്കെ ചെയ്യുന്നതും. അത് കഴിഞ്ഞ് മിന്നൽ എന്ന് പറഞ്ഞ സംഗതി ടേക്ക് ഓഫ് ചെയ്തില്ലല്ലോ? ഇല്ല. മിന്നൽ എന്ന സിനിമ അതിന്റെ പല കാരണങ്ങൾ കൊണ്ട് ഇത്തിരി വലിയ പല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു നിരന്തരം? അദ്ദേഹം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഞാൻ പോകുമ്പോഴും അല്ലാതെ ഇടയ്ക്ക് വിളിക്കുകയും പിന്നെ ചെയ്തിരുന്നു. കൃത്യമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹം ഒരു സിനിമ ചെയ്തു. അദ്ദേഹം എന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, ജോലിയുടെ കാര്യങ്ങൾ കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ഈ നടിയെ ആക്രമിച്ച കേസിൽ ബാലേന്ദ്രകുമാർ വന്ന് മറ്റേ വെളിപ്പെടുത്തലൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ സമയത്ത് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല. ഈ വിഷയം സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് അതിൻ്റെ 2 മാസം മുമ്പ് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ സിനിമയുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ദിലീപ് പ്രധാന കഥാപാത്രമായിട്ടുള്ള സിനിമ സംവിധാനം ചെയ്യാനായിട്ട് കൊറോണയുടെ കാലം കഴിഞ്ഞാൽ ഉടനെ ഉണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 2 മാസത്തിന് ശേഷമാണ് ഒരു ഡിസംബർ 25-ാം തീയതി അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ ഈ സംഭാഷണം പുറത്തു വരുന്നത്. അത് എന്നെ ഞെട്ടിച്ചു.
അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും എന്നോട് എനിക്കറിയാവുന്ന പുള്ളി നേരിട്ട് എനിക്ക് പറയുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത കാര്യങ്ങളുമായിട്ട് ഇതിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചില ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ, കാരണം നികേഷുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പലതും എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അതായത് അങ്ങനെ ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഡിറ്റോയ്ക്ക് തോന്നി. അപ്പോൾ ബാലേന്ദ്രകുമാറിന് പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. അത് അങ്ങനെ പോസ്റ്റ് ഇടും എന്നുള്ള കാര്യം ബാലേന്ദ്രകുമാറിനോട് പറഞ്ഞിട്ടുണ്ടോ? ഈ ചെയ്തത് ശരിയായില്ല എന്നോട്ട് പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പോസ്റ്റ് ഇടുമ്പോൾ അങ്ങനെ പറയാറില്ല, ആരുടെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യാറില്ല. എനിക്കത് തോന്നിയതിനകത്ത് ഒത്തിരി നിയമ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമുക്ക് വളരെ പൊരുത്തപ്പെടാത്തതും. എന്താണ് ബാലേന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലെ കാതലായ പിഴവ്? അതിൽ അന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹം ഈ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് അവിടെ അദ്ദേഹം ഒരു റൂം എടുത്ത് താമസിച്ചിരുന്നു. റൂമിൽ അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട്, ഇപ്പോൾ അദ്ദേഹം റൂം വെക്കേറ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് പോകാൻ നേരത്ത് ഒരു പോലീസുകാരൻ വന്നു. പോലീസുകാരൻ വന്നിട്ട് അദ്ദേഹം സംസാരിച്ചു. ഇങ്ങനെ എന്താ ദിലീപിൻ്റെ ഞങ്ങൾ പടം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ, അതിനുവേണ്ടി താമസിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസുകാരൻ വന്ന് സംസാരിച്ചിട്ട് അദ്ദേഹം അന്ന് തിരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് ഇൻ്റർവ്യൂവിൽ പലയിടത്തും പറഞ്ഞത്, എനിക്ക് ആ സംഭവമായിട്ടൊന്നും പോലീസുകാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധം ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അന്ന് പോലീസുകാരൻ വന്നപ്പോൾ അദ്ദേഹത്തെ സാറിൻ്റെ റൂമിൽ അന്വേഷിച്ച് വന്നല്ലോ, വന്നിട്ട് ഇദ്ദേഹം ഒരു ചാനലിൽ അത് ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. ഈ നികേഷിനോട് പറഞ്ഞു കൂടാതെ തന്നെ വേറൊരു ചാനലിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻ്റർവ്യൂവിലും കൂടി അദ്ദേഹം ഇത് എടുത്ത് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ചോദിച്ചു, അപ്പോൾ പോലീസുമായിട്ട് ഈ സംഭവത്തിൻ്റെ സമയത്ത് തന്നെ ബാലു സാറുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. പിന്നീട് അതുകൂടാതെ തന്നെ ദിലീപിൻ്റെ പടം ഉണ്ട് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞല്ലോ. ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്ത ഈ ദിലീപിൻ്റെ പടത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകളുണ്ട്, ഇതിൻ്റെ ബാലു സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവരോട് ഞാൻ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് ബാലു സാറിൻ്റെ ഈ സിനിമ ദിലീപ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ബാലു സാറ് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ, അതായത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒക്ടോബർ മാസത്തിൽ തന്നെ ഈ പടം ചെയ്യുന്നില്ല എന്ന് പറയുകയും ദിലീപ് എൻ്റെ പടം ഇല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി വഴക്കിട്ട് പിരിഞ്ഞതായിട്ട് പറഞ്ഞു. രണ്ടുപേരും കൂടി അതായത് വഴക്കിട്ട് പിരിഞ്ഞു വെച്ചാൽ ദിലീപിൻ്റെ അടുത്ത് ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ്, അതായത് ദിലീപ് ഈ പ്രോജക്റ്റ് നടക്കില്ല എന്ന് അദ്ദേഹത്തിനോട് മര്യാദയ്ക്ക് പറഞ്ഞു എന്നാണോ വഴക്കിട്ട് പിരിഞ്ഞു എന്നാണ്? അല്ല, അദ്ദേഹത്തിനോട് പറഞ്ഞു. കാരണം ദിലീപിൻ്റെ പടം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് ആരൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ചെന്നാലും ദിലീപിൻ്റെ കുറേ സുഹൃത്തുക്കൾ റാഫി, ഷാഫി തുടങ്ങിയ എല്ലാവരും ചേർന്നിരുന്നിട്ട് ആ സ്ക്രിപ്റ്റ് എന്ത് ചെയ്യും, കൂട്ടുകാർ ഇരുന്ന് സ്ക്രിപ്റ്റ് തിരുത്തി അതായത് അവർക്ക് വേണ്ടി സ്ക്രിപ്റ്റ് രൂപത്തിലാക്കിയെടുത്തു. ദിലീപിൻ്റെ സിനിമയുടെ ഒരു മോഡലാണല്ലോ. അപ്പോൾ ഈ പടം ചെന്നപ്പോൾ ഇത് റാഫിയുടെ എഴുതാൻ കൊടുത്തു. ഇത് സംവിധായകൻ റാഫിയുടെ അടുത്ത്. അതായത് ബാലേന്ദ്രകുമാറിന്റെ കയ്യിൽ ബാലേന്ദ്രകുമാർ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടായ സ്ക്രിപ്റ്റ് ആയിരുന്നില്ല, ഒരു ചെറിയ ഒരു വൺ ലൈൻ്റെ സംഭവം. അതൊന്നും സിനിമയ്ക്ക് പറ്റുന്നതല്ല എന്നും ദിലീപിൻ്റെ പടത്തിനൊട്ടും ചേരില്ലാത്തതാണ്. അങ്ങനെ ആ സ്ക്രിപ്റ്റ് റാഫിയുടെ കൊടുത്തു, നിർബന്ധം കൊണ്ട് റാഫിയുടെ കൊടുത്തു. അങ്ങനെ റാഫി തിരുത്തിയിട്ടും അത് ശരിയായില്ല. അവസാനം ദിലീപ് ഇത് വേണ്ടെന്ന് വയ്ക്കുകയാണ്. പക്ഷെ ബാലു സാറിന് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളയാളാണ് അദ്ദേഹം. അപ്പോൾ ആ സാമ്പത്തിക പ്രശ്നം, അദ്ദേഹം ഒരു ഘട്ടത്തിൽ യൂബർ ഡ്രൈവറായിരുന്നു, ടാക്സി ഡ്രൈവർ. ഇടയ്ക്ക് ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഞാൻ ചോദിച്ചു. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടപ്പോൾ ദിലീപിനോട് പണം കൊടുക്കാൻ പറയുകയും ദിലീപിന് പക്ഷേ അങ്ങനെ ദിലീപ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടോ എന്തോ അവർ തമ്മിൽ കൊടുത്തില്ല. അങ്ങനെ അത് വലിയ ഇഷ്യൂ ആയി. ദിലീപ് പടമുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന്, അത് പിന്നീട് ഓഡിയോ അത് പുറത്ത് വന്നിട്ടുണ്ട്, പടമുണ്ടെന്ന് പറഞ്ഞാൽ മതി
എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയത് ബാലു സാറിനെ നേരത്തെ തന്നെ ഇത് പറഞ്ഞ് വിട്ടു എന്നാണ്. അതായത് ഇനി പടമില്ല എന്ന് പറഞ്ഞിട്ട് പോയെന്നാണ്. അപ്പോൾ ഇത് 2 പൊരുത്തക്കേടുകളാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പോലീസിൻ്റെ തീവ്രമായ ഒരു ഇടപെടൽ തുടക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചോദ്യമുള്ളത്, ഡിറ്റോയെ പോലീസ് ഈ പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ഡിറ്റോയെ ചോദ്യം ചെയ്തിരുന്നു. എന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നെ ഒരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ ഹൈടെക് സെല്ലിൽ അന്വേഷിക്കുന്ന ഒരു കേസ്. ആ കേസിൽ ദിലീപ് വിഷയം തന്നെയാണ്. അതിൽ എന്നെ ഒരു 6 മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നവരെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ വഴുതക്കാട്ടെ പോലീസ് ആസ്ഥാനത്താണ്. പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അകത്ത് ഒരു മുറിയിൽ ആണ് ക്യാമറയൊക്കെ വെച്ച് ഓഡിയോ ഇതൊക്കെ വെച്ച് ഒരു 2 DYSPമാരും SP ഒക്കെ ഇരിക്കുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് എന്നെ ചോദ്യം ചെയ്തു. എൻ്റെ ഫോണുകളൊക്കെ പരിശോധിക്കുകയും ഫോണിലെ കോൾ രേഖകളെല്ലാം എടുക്കുകയും അതിൽ ഇത്ര കോള് എന്താണ് അവർക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റും എടുത്തു വെച്ചു. അപ്പം ഞാൻ എഴുതിയ പോസ്റ്റുകളിൽ അതായത് ഈ കേസിൻ്റെ നമുക്കൊരു സാധാരണ ഒരു പൗരൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ആളെന്ന നിലയിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഞാൻ ഉന്നയിച്ചത്, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന വാഹനം, അത് വാഹനം അറേഞ്ച് ചെയ്ത ആൾ, അതിൻ്റെ ഡ്രൈവർ, അന്ന് രാത്രി നടന്ന സംഭവങ്ങൾ, അതൊക്കെ വളരെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതായത് ഡിറ്റോ ഉന്നയിച്ചത് ദിലീപിന് ഇതുമായിട്ട് ബന്ധമുണ്ടാവാൻ കഴിയില്ല എന്നുള്ളതാണ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് അല്ലേ? അതെ. ദിലീപിന് അതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്താൻ കഴിയുന്ന, അതായത് കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്ന സംഭവം, അതായത് ഈ പൾസർ സുനി എന്ന് പറയുന്ന ആളുമായിട്ടുള്ള ബന്ധം, അതാണല്ലോ ആ ബന്ധം പോലും ഒരു സാധാരണ മട്ടിലുള്ള ബന്ധം ഉണ്ടായിരുന്നില്ല. സിനിമയിലുള്ള പരിചയം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ, വല്ല ഫോട്ടോ എടുത്തിട്ടുണ്ടോ അല്ല എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ബന്ധം ദിലീപിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ അങ്ങനെ ഇല്ല, കൊട്ടേഷൻ കൊടുക്കത്തരില്ലെന്നാണ് എൻ്റെ ബോധ്യം. പൾസറുമായി തന്നെ വലിയ ബന്ധമില്ല എന്നാണോ? അങ്ങനെയാണ് ഞാൻ അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്. പിന്നെ അത് പോട്ടെ, അതിപ്പോൾ ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ വിഷയത്തിൽ പൾസർ സുനി എന്ന് പറയുന്ന ആൾ ഈ കൊട്ടേഷൻ ദിലീപാണ് നൽകിയത് എന്ന അതിൽ എനിക്ക് തുടക്കം മുതൽ 2017-18 ആ കാലം മുതൽ തന്നെ ഞാനിത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ബാലേന്ദ്രകുമാർ സാറ് ഇടയ്ക്ക് വന്നപ്പോൾ എനിക്കത് വ്യക്തമായി. അതായത് ഈ കേസ് എന്നൊക്കെയോ തീരേണ്ട കേസാണ്. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അവസാനത്തെ വിസ്താരം കഴിഞ്ഞാൽ പിന്നെ വിധിയിലേക്ക് പോകാം. ഈ വിസ്താരം നടക്കാതിരിക്കാനുള്ള സമയത്ത് ഓരോ കേസുകൾ നീട്ടിക്കൊണ്ടു പോകുന്ന, ദിലീപിനെ കുറ്റക്കാരനായിട്ട് നിർത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ടു പോകുന്ന ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ശ്രമിച്ചു, ഭീഷണിപ്പെടുത്തി, പിന്നെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന അതിനകത്ത് എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടാവും, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ബാലു സാറ് വന്നതോടുകൂടി എനിക്ക് നേരിട്ട് അറിയാവുന്നയാൾ, ഈ നേരിട്ട് അറിയാവുന്ന വിഷയം, ഇദ്ദേഹം അതിൻ്റെ മോട്ടീവ് അതിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി രവീന്ദ്രൻ മാഷിൻ്റെ മ്യൂസിക് അക്കാഡമി, ഈ രമേശൻ നായരും ബാലേന്ദ്രകുമാർ സാറും ഈ സിനിമയുടെ ഭാഗമായിട്ട് അത് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി. അപ്പോൾ ഈ രമേശൻ നായർ എന്ന പേര് കണ്ടപ്പോൾ ഇത് കണ്ട അത് ഒരു ഓൺലൈൻ ചാനൽ വാർത്തയാവുകയും, ഭാരത് ലൈവ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ചാനൽ വാർത്തയാവുകയും, ആ വാർത്തയുടെ അടിയിൽ കൊടുത്ത നമ്പറിലേക്ക് ഒരു ലേഡി വിളിച്ചിട്ട് ഈ ബാലചന്ദ്രകുമാർ സാറ് അവരെ എന്തോ കബളിപ്പിച്ച് ലൈംഗികമായ എന്തോ നടത്തി ടോർച്ചർ ചെയ്തു എന്ന് പറഞ്ഞൊരു കേസുണ്ടായി. ഈ കേസിൽ ഇത് ദിലീപും ഞാനും ഭാരത് ലൈവും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു ബാലു സാറിനെ ഇത് ചെയ്യാനുള്ള ഒരു കേസാണ് എന്ന് പറഞ്ഞിട്ട് ആണ് പോലീസ് തന്നെ അങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷെ അവർ ഈ വിഷയമാണ് ചർച്ച ചെയ്ത് വിളിച്ചതെങ്കിലും എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് 2018 മുതലുള്ള പോസ്റ്റുകൾ എടുത്ത് എന്തിനാണ് താങ്കളുടെ ഈ ലീഡെല്ലാം പോകുന്നത്
പോലീസിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് നേരെയല്ലേ എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചത്. അതായത് എന്തിനാണ് നിങ്ങൾ ബാലു സാറിനെതിരെ എഴുതുന്നത്? പോസ്റ്റുകളിൽ ആ ഉദ്യോഗസ്ഥയെ പറ്റി പരാമർശിച്ചിട്ടില്ല, അങ്ങനെ പേരൊന്നും പരാമർശിച്ചിട്ടില്ല. ഇങ്ങനെ പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇത്, അതിനെക്കുറിച്ചുള്ളതാണ്. പോലീസിന്റെ അമിതമായ ഇടപെടൽ ബാലു സാർ വന്നപ്പോൾ വ്യക്തമായി. ഇതാണ് എൻ്റെ പോസ്റ്റിന്റെ കാര്യം. പിന്നെ ഈ അന്ന് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിറ്റോ രക്ഷപ്പെടുന്നത് ഡിറ്റോയുടെ ഫോണിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയിയുടെ നമ്പറുണ്ട്. ജോയിയുമായിട്ട് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ജോയ് സാറുമായിട്ട് പുള്ളി ഡൽഹിയിലായിരിക്കുമ്പോഴും പുള്ളിയുടെ പുസ്തകത്തെക്കുറിച്ചും കവിതയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളും പിന്നെ വായിച്ച പുസ്തകത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും, വിളിക്കും. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. പിന്നെ അത് ഒരു ചോദ്യം ചെയ്യൽ വളരെ നമ്മളെ ആദ്യമേ ഭീതിപ്പെടുത്തുന്നതാണെങ്കിലും ഈ പോലീസിൻ്റെ മുറകളെന്ന് വെച്ചാൽ ചോദ്യത്തിൻ്റെ രീതികളൊക്കെ പിന്നീട് നമ്മുടെ കോൾ ലിസ്റ്റുകൾ അവർ എടുത്തിരിക്കുകയാണ്. കോൾ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഈ അവർക്ക് ഡ്യൂറേഷനും നമ്പരും മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇത് എടുത്തു വെച്ചിട്ട് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ഇറങ്ങിയാണ്. അപ്പോൾ ആരുടെ പേരാണ് തെളിയുന്നത് അത് അവർക്ക് നോട്ട് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് 1 മണിക്കൂർ കോള്. അപ്പോൾ അത് നോക്കുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ എന്താ പിന്നെ രണ്ടാമത് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും നമ്മുടെ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറ് അധ്യാപകനൊക്കെ അദ്ദേഹം 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. എന്താ സംസാരിച്ചത്? ഈ ഫോണിലൊന്നും അങ്ങനെ ഒത്തിരി പേര്. പിന്നെ ഞാൻ എൻ്റെ ഗ്യാസ് കൊണ്ടുവരുന്ന ബാബു ചേട്ടൻ, ഗ്യാസ് കൊണ്ടുവരുന്ന ആളെ 3 വട്ടം ഈ ചോദ്യം ചെയ്തതിന് ശേഷം ഒരു പാനിക് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിലായി. അത് വലിയ ഒരു കാരണം. ഈ ചോദ്യം ചെയ്യൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെയാണ്. ക്യാമറയൊക്കെ വെച്ച് ഇത് ചെയ്ത് പിന്നെ ഇവരുടെ ഭീഷണികളും. അപ്പോൾ ആ പാനിക് അറ്റാക്ക് വന്നത് ഈ ഭീഷണിയുടെ ഭാഗമായിട്ടായിരിക്കില്ല. കാരണം അല്ല, വീട്ടിലിത് വലിയ ഇതാവും. അപ്പോൾ ഇതും മറച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പോയിരിക്കുന്നത്. ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാലമായിരുന്നു. ഫിലിം ഫെസ്റ്റിവലിന് പോകുന്ന മട്ടിലാണ് ഞാൻ അവിടെ പോയി ഇതിന് ഹാജരാകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വലിയ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട്, മാനസിക സമ്മർദ്ദം. അതായത് ബാലചന്ദ്രകുമാറിനെതിരെ പോസ്റ്റ് ഇട്ടു എന്നുള്ളത് കൊണ്ട് ഡിറ്റോയെയും പോലീസ് ചോദ്യം ചെയ്തു. പിന്നെ ചോദ്യം ചെയ്യാൻ കാരണം ദിലീപിൻ്റെ ജാമ്യം കിട്ടിയപ്പോൾ, ഇതിന് ജാമ്യത്തിന് മുമ്പ് ഞാനിതുപോലെ പോസ്റ്റുകൾ എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ ജാമ്യം കിട്ടിയപ്പോൾ മലയാള മനോരമ ഓൺലൈനിൽ അവർ ഇങ്ങനെ ദിലീപിൻ്റെ സുഹൃത്തുക്കൾ സന്തോഷത്തിലാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പോസ്റ്റൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു വാർത്ത കൊടുത്തു. അങ്ങനെയാണ് പോലീസ് ഞാൻ ഇത് ദിലീപിൻ്റെ ഗ്രൂപ്പിലാണ്. ദിലീപുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ദിലീപിൻ്റെ ഈ ഫോൺ പരിശോധിച്ചതിൽ ദിലീപിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ താരങ്ങളുടെയും, മമ്മൂട്ടി ഉൾപ്പെടെ എല്ലാവരുടെയും ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ടാണ് ദിലീപിൻ്റെ നമ്പർ മാത്രം ഇല്ലാത്തത്? ഞാൻ എൻ്റെ സിനിമ, ഞാൻ റൈറ്ററാണ്, ഞാൻ അറിയാതെ ഒരു സിനിമ. ഈ ലാലുമായിട്ട് നല്ല പരിചയമുണ്ടോ? ലാലിനെയാണല്ലോ ആദ്യം ഈ ലാൽ അയച്ചു കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. അതെ, നിർമ്മാതാവും സംവിധായകനും നടനും ഒക്കെ ആയിട്ട്. അതെ. അപ്പൊ ആ ലാലുമായിട്ട് വല്ല പരിചയമുണ്ടോ? ഇല്ല, ലാൽ സാറുമായിട്ട് ഞാൻ ഒരിക്കൽ ചെന്ന ഒരു സിനിമയുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യം സംസാരിക്കാൻ ചെന്നിരുന്നു. അല്ലാതെ പരിചയമൊന്നുമില്ല. എന്നെ അങ്ങനെ തിരിച്ചറിയാൻ സ്വന്തമായി ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടല്ലേ? ഉണ്ട്. അത് ഞാൻ പഴയ പത്രപ്രവർത്തകനാണല്ലോ. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്വാഭാവികമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കേസിനെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പോകുമ്പോഴൊക്കെയും പിന്നെ ഈ ബാലു സാർ വന്നതോടുകൂടി എനിക്കിത് കുറച്ചുകൂടി അതിൻ്റെ ഒരു കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണല്ലോ. ഇത് ബാലു സാർ ഇതിനകത്ത് ഒന്നുമില്ലെന്നും എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ഇത് പോലീസ് കൃത്യമായിട്ട് പിന്നെ ചോദ്യം ചെയ്തതോടുകൂടി എനിക്ക് മനസ്സിലായി പോലീസ് ഇതിനകത്ത് വലിയ ഒരു. ഈ ഡ്രൈവർ മാർട്ടിൻ വേണ്ടത്ര ഈ അദ്ദേഹത്തിനെ പോലീസ് പ്രോബ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇനി പ്രോബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വേണ്ടാന്ന് വെച്ചതാണോ എന്നറിയില്ല. മാർട്ടിൻ തന്നെ അടുത്ത കാലത്ത് ഒരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് കൂടുതൽ കാര്യങ്ങൾ പിന്നെ വെളിപ്പെടുത്തും. ചിലരുടെ പേരും അയാൾ പറഞ്ഞിട്ടുണ്ട്. ആരുടെ പേര്? അവിടുത്തെ പുള്ളിയുടെ ചില സംവിധായകരുടെയും ചില നടികളുടെയൊക്കെ പേര് ഇയാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാളുടെ ഒരു പ്രതിയുടെ മൊഴി നമ്മൾ എങ്ങനെ സ്വീകരിക്കണത് വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും ഈ കേസിൽ എനിക്ക് തോന്നിയൊരു കാര്യം,
സാറിനോട് പറയാം ഞാൻ. നമ്മൾ പൾസർ സുനിയാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്. ദിലീപ് A1 A8 ആണ്. പക്ഷെ ഇതിനകത്ത് A2 എന്ന് പറയുന്ന ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറാണ് ാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. ഇത് എൻ്റെ ചോദ്യങ്ങളിൽ എപ്പോഴും നിന്നത് ഈ മാർട്ടിനിലാണ്. പൾസർ സുനി ഒരു ബോൺ ക്രിമിനലാണ്. അതെ. പക്ഷെ ഈ മാർട്ടിൻ ബോൺ ക്രിമിനലല്ല. എൻ്റെ പടം അവിടെയാണ് ഞാൻ എഡിറ്റ് ചെയ്തതൊക്കെ. എനിക്കും അറിയാം, ഇയാളെ കണ്ടിട്ടുണ്ട്, പരിചയം അടുപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഈ കൂടെ ഉള്ളവരെല്ലാം മാർട്ടിനെ നേരത്തെ കണ്ടിട്ടില്ല. ഇല്ല കണ്ടു വെച്ചാൽ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ലാൽ മീഡിയയിൽ, അല്ലാതെ അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല തോന്നുന്നു. അപ്പോൾ അത് പിന്നീട് ഇയാളുടെ പടം കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവരൊന്നും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ ഒന്നുമല്ല. പൾസർ സുനി അങ്ങനെയല്ല. പക്ഷേ ഇത് കൃത്യമായിട്ടില്ല. ഈ മാർട്ടിനെ ബേസ് ചെയ്തൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്താൽ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചം നമുക്ക് വീശാം. കാരണം മാർട്ടിൻ, അതെനിക്കും തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ മാർട്ടിൻ എന്ന് പറഞ്ഞ ഡ്രൈവറെ അയച്ചു കൊടുക്കുകയാണല്ലോ. അതെ അതെ. അപ്പോൾ മാർട്ടിൻ നേരത്തെ ഗോവയിലുണ്ടായിരുന്നോ ഇവരുടെ ഷൂട്ടിംഗ് സ്ഥലത്ത്? ഇല്ല. അങ്ങനെയാണ്. പൾസർ സുനിയാണ് ഗോവയിൽ ഇവരുടെ ഡ്രൈവർ. അപ്പോൾ ഈ മാർട്ടിന് ഈ അതിജീവിതയുമായിട്ടേ ഈ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ഈ വണ്ടി ഒന്നും നിർത്തായിരുന്നില്ലേ എന്ന് എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. അല്ലേ? അതെ. വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിജീവിതം നിലവിളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഇയാൾക്ക് നിലവിളിച്ചുകൂടെ? അതെ അതെ. നാട്ടുകാരുടെ അടുത്ത്. അതെ അതെ. ഇയാൾ നിലവിളിച്ചില്ലെന്ന് മാത്രമല്ല, വണ്ടി കൊണ്ടുവന്ന് ഇടിപ്പിച്ചു. അപ്പം അതിനു മുമ്പ് ഇയാളാണ് പൾസർ സുനിയെ വിളിക്കുന്നത്, വണ്ടിയിൽ പോന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അയാളുടെ കോളാണ് പൾസർ സുനിയെ വിളിച്ച് ഇൻഫോം ചെയ്യുന്നത്. അയാൾ വന്ന് വണ്ടി ഇടിപ്പിക്കുകയും പുറകെ വന്ന വണ്ടി. അതിനു മുമ്പ് ഇവർ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ ട്രാവലറിലാണ് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നത്. അത് ലാൽ മീഡിയയുടെ പരിസരത്ത് വെച്ചിട്ടാണ് ഇവർ ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് പോയെന്നൊരു സ്റ്റോറി ഉണ്ട്. പോലീസിൻ്റെ സ്റ്റോറിയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ അത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ പോകുന്നു. വണ്ടി ഇടിച്ചതിന് ശേഷം, വണ്ടി ഇടിച്ച് ഇവർ കയറിയതിന് ശേഷം ഇയാൾ പിന്നെ സ്ലോയിലാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് ഈ ആക്ടിവിറ്റി, കാരണം സ്ലോയിൽ വണ്ടി ഓടിച്ചെങ്കിൽ ഈ ഷൂട്ട് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നതിന് ഇത് കിട്ടും. ഇതൊരു SUV എനിക്കോ ശരിയാണെങ്കിൽ അല്ല, ഓടിച്ച വണ്ടി, ഈ നടിയെ കൊണ്ടുവന്ന വണ്ടി എന്ന് പറയുന്നത് SV 500 ആണ്. അപ്പം ആ വണ്ടി എന്ന് പറയുന്നത് ഒരു SUV ആണ്. അപ്പം അതിനകത്ത് ഇത് നടക്കുമ്പോൾ, ഇത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഇതിനകത്ത് അതിന് സഹായകമായ രീതിയിൽ വണ്ടി സ്ലോയിൽ ഓടിച്ചു എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. നടിയുടെ മൊഴി അങ്ങനെയുണ്ട്, സ്ലോയിൽ ഓടിച്ചത് ഇതൊന്നും. അതുകൊണ്ടാണ് മാർട്ടിനെ ഇത് ചെയ്തത്. അപ്പം ഈ മാർട്ടിനെ ബേസ് ചെയ്തൊരു സംഭവം അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ അവിടെ ചില ആളുകളെ മിസ് ചെയ്യുന്നത് ഈ കേസിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ച ഈ മാഡം ആരാണ്, ഇപ്പൊ സാർ ആദ്യം ചോദിച്ചല്ലോ, മാഡം ആരാണ് എന്നുള്ള ചോദ്യത്തിലേക്കുള്ള ലീഡ് നമുക്ക് കിട്ടും. മാർട്ടിനെ ശരിക്കും പ്രോബ് ചെയ്താൽ കിട്ടും. അത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൈം നടന്ന വണ്ടി, അതിന്റെ ഉടമസ്ഥര്, അത് ആരാണ് അയച്ചത്, ഇവര് തമ്മിലുള്ള ബന്ധം, ഈ പൾസർ സുനിയും ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ മാർട്ടിന്റെ വണ്ടി അയക്കുന്നതിനെ പറ്റി 2 വേർഷനാണ് അതിജീവിത പറയുന്നതും ലാല് പറയുന്നത്. അതെ. ലാല് പറയുന്നത് അന്ന് രമ്യ നമ്പീശന്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇവർ വണ്ടി ചോദിച്ചപ്പോൾ മാർട്ടിന്റെ വണ്ടി അയച്ചു കൊടുത്തു എന്നാണ് അവര് പറഞ്ഞിരിക്കുന്ന. എൻ്റെ ഓർമ്മ എന്തോ ഡബിങ്ങിന് മീഡിയയിൽ വരാൻ ഈ പടം തന്നെ, അതായത് ഇവര് ഗോവയിൽ ഷൂട്ട് ചെയ്ത പടം, അത് ഹണി ബീറ്റ് 2ാം ഭാഗമല്ലേ? അതെ അതെ. ആ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഇവര് ഗോവയിൽ ഡ്രൈവറായിരുന്നു ഈ പൾസർ സുനി. ഈ ലാലിൻ്റെ മകൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പടത്തിൻ്റെ ഡബ്ബിങ്ങിന് വിളിച്ചിട്ടാണ് ഇവർ വണ്ടി വിടുന്നതും. അല്ലാതെ ഒരു നടിയൊന്നും ഇപ്പോൾ വരികയില്ല. ലാൽ പറഞ്ഞ രീതി അനുസരിച്ച് രീതിയെ വേർഷനെ ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ലാല് പറയുന്നതിൽ, കാരണം രമ്യ നമ്പീശിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി ലാലിൻ്റെ എറണാകുളത്ത് നിന്ന് വണ്ടി ഇവിടെ നിന്ന് വിട്ടിട്ട് അവിടെ നിന്ന് കൊണ്ടുവരണം, വണ്ടി വിളിച്ചു വരാവുന്നതേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ അത് ചെറിയ ആളൊന്നുമല്ല. നടി എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ സ്വാധീനമൊക്കെയുള്ള, ഒത്തിരി വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു ആളാണ്. അപ്പം അതിന് ലാൽ വണ്ടി വിട്ടുകൊടുത്തു എന്ന് പറയുന്നത് നമുക്ക്
അത് ഡൈജസ്റ്റ് അല്ല. ഇനി മറ്റേ മാഡത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അന്നൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് ഈ മെമ്മറി കാർഡ് അല്ലേ, ഈ ദൃശ്യം ഉള്ള അത് ലക്ഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാഡത്തിന് കൊണ്ട് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ ലക്ഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാവ്യ നടത്തിയിരുന്നല്ലേ സ്ഥലം? കാവ്യ ആണ് എന്നാണ്. അപ്പൊ കാവ്യയെ ഈ മാഡം എന്ന് പറഞ്ഞ സംശയസ്ഥാനത്ത് നിർത്താനുള്ള ഒരു ശ്രമം ആ കാലത്ത് മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു സ്വഭാവം അതിജീവിതയുടെ മൊഴിയും അങ്ങനെ ആയിരുന്നു. ഇതൊരു കൊട്ടേഷനാണ്, മാഡമാണ്, സ്ത്രീയാണ് നൽകിയത് എന്ന് ഈ പ്രൊഫസർ സുനി അതിജീവിതയോട് പറഞ്ഞു എന്നാണ് അതിജീവിതയുടെ മൊഴി. പൾസർ സുനി അവരെ കാണുമ്പോൾ മാഡം ക്ഷമിക്കണം, ഇതൊരു കൊട്ടേഷനാണെന്ന് പറഞ്ഞു. സ്ത്രീയുടെ കൊട്ടേഷനാണെന്ന്, അതാണ് ലീഡ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി അത് എടുത്തു പറഞ്ഞു. ഈ സ്ത്രീ ആരാണ് എന്ന് അന്വേഷിച്ചില്ല എന്നാണ് അത് കോടതി എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സാറ് ആദ്യം ചോദിച്ചത്. ഈ ആ ഭാഗത്തേക്ക് കൂടുതൽ അന്വേഷണം പോലീസ് നടത്താത്തത് എന്തുകൊണ്ടായിരിക്കും? ആ ഭാഗത്തേക്ക് മാത്രമല്ല, ഈ പോലീസ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ വണ്ടി, ഇതിൻ്റെ ഉടമ, അല്ലെങ്കിൽ ഈ അന്നത്തെ രാത്രി നടന്ന ഈ യാത്രയും ഈ അക്രമവും അതിനുശേഷം ആ വീട്ടിലുണ്ടായ സംഭവങ്ങളും ഇതൊന്നും ഒരു റിക്രിയേഷനോ അല്ലെങ്കിൽ അതൊരു റിവ്യൂ ചെയ്യലോ ഒന്നും പോലീസ് നടത്തിയിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് മാഡം എന്ന് പറയുന്നത് കാവ്യയാകാനായിട്ട് എന്തെങ്കിലും തരുമ്പെങ്കിലും സാധ്യതയുണ്ട്? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം കാവ്യ മാധവൻ എന്ന് പറയുന്ന ദിലീപിൻ്റെ ഭാര്യയാണ് ആ സമയത്ത്. അപ്പോൾ അത് അങ്ങനെ ഒരു കൊട്ടേഷൻ ഇങ്ങനെ പൾസർ സുനിയെ ഇല്ല, സാധ്യതയില്ല. പൾസർ സുനിയായിട്ട് കാവ്യക്ക് ഒരു തരത്തിലും ബന്ധം വരാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു, പിന്നെ അത് ഇയാൾ ഒരു ക്രിമിനൽ സ്വഭാവം ഉള്ളതുകൊണ്ട് അയാൾ അത് എടുത്തു പറഞ്ഞതാവാനാണ് സാധ്യത. സ്ത്രീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കാം. കാവ്യേനെ എനിക്ക് സംശയം. പിന്നെ അത് എങ്ങനെയാണ് അത് കൊണ്ടുവരുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ സംശയം സ്ത്രീയിൽ മറ്റൊരു നടിയാണ്, ഇവരുടെ മുൻ ഭാര്യയായിരുന്ന നടിയെ. അതായത് ഈ മഞ്ജു വാര്യര് ദിലീപിന്റെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എല്ലാം 5 പൈസ പോലും ഇല്ലാതെ എല്ലാം സറണ്ടർ ചെയ്തിട്ടാണ് പോകുന്നത്. മേടിച്ചു കൊടുത്ത വൈരോ ഈ ഡയമണ്ട് ആഭരണങ്ങളൊക്കെ അതെല്ലാം ഊരി വെച്ചിട്ടാണ് പോകുന്നത്. അവർക്ക് അത്തരം സംഭവങ്ങളിലൊന്നും പ്രത്യേകിച്ച് ആർത്തിയോ ദൂരെയോ ഇതിനകത്തൊന്നും ഇവരൊന്നും ഇപ്പോൾ പഴയ മുൻ ഭാര്യയോ മഞ്ജു വാര്യരോ ഇതൊന്നും ഇവർക്കൊന്നും ദിലീപിൻ്റെ തകർക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പൾസർ സുനിയെ കൊണ്ട് ഇങ്ങനെ മറ്റേ ഈ അതിജീവിതയെ റേപ്പ് ചെയ്യിക്കാൻ തക്ക ഒരു വൈരാഗ്യമൊന്നും കാവ്യമാധവനോ അല്ലെങ്കിൽ മഞ്ജു വാര്യർക്കോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ബുദ്ധി വെച്ചിട്ട് തോന്നുന്നതാണ്. പിന്നെ ഇത് ഒന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴും അങ്ങനെ ഒരു സാധ്യത തോന്നുന്നില്ല. പിന്നെ ഉള്ള സംശയം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്വാഭാവികമായൊരു ചോദ്യം, ഈ നേരത്തെ പറഞ്ഞ നടനായ സംവിധായകൻ്റെ കുടുംബം, അല്ലെങ്കിൽ ആ സംഭവം നടന്ന അവരുടെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം പോകാത്തത് അതൊരു സംശയം ഉളവാക്കുന്നുണ്ട്. ഇതൊന്നും പിന്നെ നമ്മൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും പിൻവലിയുന്നതിൻ്റെ കാരണം, ഇതൊന്നും ഉറപ്പിച്ച് പറയാത്ത കാരണം, ഇത് പറഞ്ഞത് ഒരു വളരെ ബോൺ ക്രിമിനലായ ഒരാളാണ്. അപ്പോൾ ഇവൻ ഏതെങ്കിലും തരത്തിൽ മാറ്റിപ്പറയുകയോ, കാരണം ഇതിന് ശേഷം ഈ ജയിലിൽ കിടന്നതിന് ശേഷമാണ് ഇത് ദിലീപിൻ്റെ നേരെ തിരിച്ചുവിടാനായിട്ട് ഇവൻ കത്തെഴുതുന്നത്. ഇതിൽ ഈ വിധിയിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡിൽ വേറെയും ദൃശ്യങ്ങളുണ്ട്, ഇതല്ല ഒത്തിരി ദൃശ്യങ്ങൾ. കാരണം ഇയാൾക്ക് ഇങ്ങനൊരു ഭൂതകാലം പൾസറിന് ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മാഡം ഉണ്ടാവണം എന്ന് നിർബന്ധമുണ്ടോ? ഈ കൊട്ടേഷൻ കൊടുത്ത അങ്ങനെ ഉണ്ടോ? അല്ല, മാഡം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇപ്പം നമ്മളിത് ചർച്ച ചെയ്യുന്നത് കാരണം തന്നെ കോടതി ഈ മാഡത്തെ അന്വേഷിച്ചില്ല എന്ന് പറയുന്നിടത്താണ്
നമ്മളും ഇത് ചോദിക്കുന്നല്ലോ സാർ, അത് ചോദിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഡിറ്റോ എന്തോ അന്വേഷിച്ചൊരു മാഡത്തിനെ പറ്റി എന്തോ ഒരു സൂചന വന്നിട്ടില്ലേ? എനിക്ക് ഈ ഒരു ഈ സംവിധായകന്റെ കുടുംബത്തെ കുറിച്ചുള്ള അതിൽ ആ മാഡം അവിടെ ആയിരിക്കണം, ഒരു സംവിധായകന്റെ വീട്ടിലെ മാഡം ആയിരിക്കണം എന്നതാണ് എൻ്റെ ഒരു അന്ന് സംശയം. ഇത് ഞാൻ ഇപ്പോഴല്ല, പണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ അതൊരു ഘടകമാണല്ലോ, എന്തുകൊണ്ടാണ് ഇത് മിസ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം ഞാനൊരു 5-6 പോസ്റ്റുകളിലെങ്കിലും. അങ്ങനെയാണെങ്കിൽ ആ സംവിധായകന്റെ ഭാര്യയ്ക്ക് ഈ നടിയോട് വിരോധനം, ഈ അതിജീവിതയോട് വിരോധം ഉണ്ടാകാനുള്ള കാര്യം എന്താ? കാരണമുണ്ടോ? അത് കുടുംബ കാര്യങ്ങളും പിന്നെ അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു പൊതുവായിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മതിയായ കാരണങ്ങളുണ്ട് എന്നാണ്, മതിയായ കാരണങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഈ സംവിധായകൻ വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാകാവുന്ന കാരണങ്ങളുണ്ട്. സംവിധായകൻ ഈ വിഷയത്തിൽ 2017 മുതൽ പാലിച്ച വലിയ മൗനം പിന്നീട് വിധി വന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, ഇത് രണ്ടും അപ്പോൾ പിന്നീട് കോടതി ചോദിച്ചത്, അപ്പോഴും നമുക്ക് സംശയം ഉണ്ട്. പക്ഷേ കോടതി ഇത് ചോദിക്കുമ്പോഴാണ് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം അന്വേഷിക്കാതിരുന്നത്, അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോൾ അവിടേക്ക് പോലീസ് മനഃപൂർവ്വം ഈ A8 എന്ന് പറയുന്ന കേസ് നമ്പർ 8 ദിലീപിലേക്ക് ഇത് തിരിച്ചുവിടുകയും പൾസർ സുനി ദിലീപ് എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വത്തിൽ, അതായത് ദിലീപിലേക്ക് അനാവശ്യമായി തിരിച്ചുവിടുകയും പൾസറിന്റെയും ഈ മാഡത്തിന്റെയും കാര്യം അന്വേഷിക്കാതിരിക്കുകയും ചെയ്തു. പിന്നെ മാർട്ടിൻ എന്ന് പറയുന്ന കിങ് പിന്നെ മിസ് ചെയ്തു. മാർട്ടിനെയാണ് ഇത് ഈ പൾസർ സുനിയെ നമ്മൾ ടാർഗറ്റ് ചെയ്തതുപോലെ മാർട്ടിനെ വെച്ചിട്ടൊരു അന്വേഷണം, 2ാം പ്രതിയാണല്ലോ, അയാളാണല്ലോ ക്രൈമിൻ്റെ ഏറ്റവും ക്രൂരമായ ക്രൈം പൾസർ സുനി ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷേ ഇതിനകത്തൊരു ഇത് വർക്ക് ചെയ്തു ബന്ധപ്പെടുത്തി. അവിടെ നിന്ന് മാർട്ടിൻ എന്ന് പറയുന്ന ആരാണ്, ഇനി മാർട്ടിന് സ്വന്തം നിലയിൽ ഇത് ഈ വണ്ടിയായിട്ട് പോയതല്ല, മാർട്ടിൻ അയച്ചതാണ്. അപ്പോൾ മാർട്ടിനെ അയച്ചത് എന്തിനാണ്? ഇവിടെ നിന്ന് വണ്ടിയെടുത്ത് തൃശ്ശൂർ പോയി ഈ അതിജീവിതയെ കൊണ്ടുവരേണ്ടത്, ഈവനിങ്ങിൽ കൊണ്ടുവരേണ്ടത്. സാധാരണ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുന്ന ആളുകൾക്കറിയാം വെളുപ്പിനെയാണ് ഡബ് ചെയ്യുന്നത്, കാരണം സൗണ്ടിൻ്റെ എപ്പോഴും ക്ലാരിറ്റി കിട്ടും. അപ്പോൾ മിക്കവാറും ചെയ്യുന്നത് താരങ്ങൾ ഡബ് ചെയ്യണമെങ്കിൽ തലേന്ന് കൊണ്ടുവന്ന് റൂം അവർക്ക് കൊടുക്കും. അവിടെ വന്നിട്ട് രാവിലെ പ്രൊഡക്ഷൻ്റെ വണ്ടിയിൽ വന്ന് വെളുപ്പിനെ പോയി 5 മണിക്ക് കൊണ്ടുപോയി 6 മണിയാകുമ്പോൾ ഡബ്ബിങ് തുടങ്ങുന്നതാണ് സാധാരണ രീതി. അപ്പോൾ ഇവിടെ ഇത് വളരെ ഇതായിട്ട് വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് വണ്ടി പോകുന്നു, സന്ധ്യയ്ക്ക് തിരിച്ച് വരുന്നു, പിന്നെ രാത്രി മുഴുവൻ കറങ്ങുന്നു. അപ്പോൾ ചിലപ്പോൾ അത് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് കൊണ്ടുവരാനായിരിക്കും അപ്പോൾ ഇയാളുടെ വീട്ടിൽ. പക്ഷെ ലാൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഇപ്പോൾ രമ്യ നമ്പീശിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, പിന്നെ കുറച്ച് എന്തോ പീസ് വർക്കുകൾ ചെയ്യാനുണ്ട്, ആഡിൻ്റെ എന്തോ ചെയ്യാനുണ്ട്, അത് ചെയ്തു തരാമെന്ന് പറയുന്നു. ഇതല്ലാതെ ഈ സിനിമയുടെ ഡബ്ബിങ്ങിന് കൊണ്ടുവന്നു ലാൽ പറയുന്നില്ല. അപ്പോൾ അതവിടെയാണ് നമുക്ക്. അപ്പോൾ പോലീസും ഇത് ആ ഭാഗം ഇതുവരെ ലാലിനെ ഒരു സാക്ഷിയായിട്ടോ ഈ വണ്ടി നടന്ന വണ്ടിയുടെ യഥാർത്ഥ പരിശോധനയോ വണ്ടി കസ്റ്റഡിയിൽ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വളരെ സംശയം. ഇത് ഞാൻ ഉന്നയിക്കുന്നത് ഇപ്പോൾ അതിനകത്ത് എന്ത് നിയമ പ്രശ്നമാണെന്ന്, പക്ഷേ എങ്കിലും അന്ന് ഇതിനെ ഫോളോ ചെയ്തവരെല്ലാം, ഞാനത് കൃത്യമായിട്ട് കുറേ കാലമായിട്ട് എന്തുകൊണ്ട് ഈ സംവിധായകൻ്റെ ഈ വണ്ടിയുടെ ഉടമസ്ഥനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഈ അതിജീവിതയും ഈ സംവിധായകൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്? ഇതൊരു സാധാരണ ചോദ്യമല്ലേ. ഒരു പോലീസാണെങ്കിൽ ഒരു ക്രൈം ഉണ്ടായിക്കഴിഞ്ഞാൽ അതല്ലേ ആദ്യം അന്വേഷിക്കുക. ഇത് മാർട്ടിനെ ബേസ് ചെയ്ത് ഒരു അന്വേഷണം നടന്നിട്ടില്ല. അത് ആണ് എനിക്ക് അന്നേ സംശയം തോന്നിയത്. അത് ഞാൻ അന്നും എഴുതിയിട്ടുണ്ട്, ഇപ്പോഴും എഴുതുന്നു. അത് കോടതി ചോദിച്ചപ്പോൾ കുറച്ചുകൂടി ഇനിയും ഒരു അന്വേഷണത്തിന്റെ സാധ്യത ഈ കോടതിയുടെ ഈ ചോദ്യത്തിൽ നിന്ന് ഈ മാഡത്തിനെ കണ്ടെത്താനുള്ള സാധ്യത കൊണ്ട് ദിലീപിന് വേണമെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ഒരു അന്വേഷണം ആവശ്യപ്പെടാം. ദിലീപ് ഒരു അന്വേഷണം ആവശ്യപ്പെടുകയല്ല, മറ്റേ മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞിട്ടേ അല്ല, ഇത് വളരെ 3 പേരുകള് സന്ധ്യ, AV ജോർജ്,
മറ്റേ ബൈജു പൗലോസ് അവരുടെ പേരുകൾ ഏതായാലും വിധിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ അനാവശ്യമായിട്ട് കള്ളക്കേസിൽ കുടുക്കി എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന് ദിലീപ് പോകുന്നു തോന്നുന്നു. അല്ല, അത് ദിലീപ് പോകേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായി. അതായത് ഒരു മാനുഷിക ഇതൊക്കെ വെച്ചിട്ട് ഞാൻ എഴുതിയപ്പോൾ ദിലീപിനെ ഒന്നും പോകണ്ട, 2 പെൺകുഞ്ഞുങ്ങളെ നോക്കി ഇരിക്കുന്നു. പക്ഷേ എങ്കിലും ഇത് പോലീസിങ് എന്ന് പറയുന്നത്, കേരളത്തിൽ ക്രിമിനൽ പോലീസിങ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ, ബാക്കി പല വിഷയങ്ങളിലും നമുക്ക് അറിഞ്ഞൂടാ. ഞാനിത് നേരിട്ട് ഒരു അനുഭവിച്ച ആളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ക്രിമിനൽ പോലീസ് പ്ലസ് ഈ ക്രിമിനൽ മീഡിയ പ്രവർത്തനം, ഇത് പോലീസിൻ്റെ മൊഴി എഴുതി ചേർക്കുന്ന മുഴുവൻ നേരെ മാധ്യമങ്ങളിൽ കൊണ്ടുവരിക. ഇപ്പോൾ നികേഷ് കുമാർ അന്ന് ചർച്ച ചെയ്തത് മുഴുവൻ എനിക്കെതിരെയൊക്കെ ചർച്ച ചെയ്തത്, സ്ക്രോൾ ചെയ്ത് ചർച്ച ചെയ്യുന്നത് പോലീസ് കൊടുത്ത പോലീസിൻ്റെ റിപ്പോർട്ടാണ്, അന്വേഷണം എന്ന് പറഞ്ഞിട്ട്. ഇത് കോടതി കൊടുത്തപ്പോൾ കോടതി അത് ദൂരെ കളഞ്ഞു. അത് പിന്നെ പറയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, AV ജോർജ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമപ്രവർത്തകരെ, ദിലീപല്ല മാധ്യമപ്രവർത്തകരെ പറഞ്ഞിട്ടുണ്ട്, മാധ്യമപ്രവർത്തകരെ വിളിച്ച് എന്ത് ചെയ്യുന്നു, ഫീഡ് ചെയ്യുന്നു. അതിലെൻ്റെ ഒരു സുഹൃത്ത് അനിൽ ഇമ്മാനുവൽ, സാറിന് അറിയാൻ പറ്റും, മനോരമ ഉണ്ടായിരുന്ന അനിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ആൾ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അനിൽ ഈ ഇടയ്ക്ക് അവൻ്റെ സ്വന്തം മനോരമയിൽ നിന്ന് പോയിട്ട് സ്വന്തം ചാനലിൽ അനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് ആദ്യം പോലീസ് കൊടുത്ത ഫീഡിങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് പുറത്തേക്കേടുകൾ, കാരണം പോലീസ് കൊടുക്കുന്നതല്ല, അത് ഉടനെ വിളിച്ചു കൊടുക്കുകയാണ്, ഇന്ന സംഭവമുണ്ട്, ദിലീപിനെതിരെയുള്ള ഫീഡിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വേറൊരു പത്രപ്രവർത്തകൻ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, അയാളത് പറഞ്ഞിട്ടുണ്ട്, ദിലീപേട്ട മാപ്പ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദിലീപിനെ അങ്ങനെ പോലീസ് മനഃപൂർവ്വം ഇതിൻ്റെ അകത്ത് പെടുത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വേറെ ആരെങ്കിലും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണോ? അല്ല, അതിൽ നമുക്ക് അറിയാത്ത ചില സാമ്പത്തിക ഘടകങ്ങളുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട. അത് കാരണം സാർ ഇത് തമ്മിലൊക്കെ ഇവരൊക്കെ തമ്മിലുള്ള ഈ വലിയ സാമ്പത്തിക ബന്ധങ്ങളും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും, ഇപ്പോൾ ദിലീപ് വീണാൽ ഉണ്ടാവുന്ന ദിലീപിനെ ഒരു വീഴ്ച ഉണ്ടായാൽ, ഇയാൾ മുകളിൽ നിന്നാണല്ലോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഈ തുടർ ചലനങ്ങൾ, വൻമരങ്ങൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഇത് വലിയ ഫലം മലയാള സിനിമയിലും മലയാളം റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലും, അത് പറഞ്ഞാൽ കുറച്ചുകൂടി സാറിന് അറിയാതെ. അപ്പോൾ അത് ഒരു വലിയ സംഭവമാണ്. ഒരാളെ വീഴ്ത്തിയാൽ ചില ആളുകൾക്ക് ചില സേഫ് ആവും, അവരിലേക്ക് വരും ചില സംഭവങ്ങൾ, ചില ഏരിയകളിൽ ചിലത് ഉയർന്നു വരും. പക്ഷെ കൊട്ടേഷൻ കൊടുക്കുന്നതും മാഡവും അതും രണ്ടാ, അതുമായിട്ട് ബന്ധമില്ലല്ലോ. അതുമായിട്ടും ബന്ധമുണ്ടെന്നാണ് ഞാൻ ഇപ്പം എനിക്ക് ചില വിവരങ്ങൾ കിട്ടുന്നത്. അല്ല, ഇതൊന്നും നമുക്ക് ഒരു അന്വേഷണം, കാരണം ഇതൊരു പേഴ്സണൽ ബന്ധങ്ങളുടെ കാര്യമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ അന്വേഷണം, അപ്പോൾ ഇതിൽ ഇയാളുടെ ലാലിൻ്റെ സ്ഥാപനത്തിൽ നടന്നൊരു സംഭവം, അതിൽ സാക്ഷിയായിട്ട് പോലും, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഈ ദിലീപിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും ലാലിനോടല്ലേ ചോദിക്കേണ്ടത്, പോലീസാണെങ്കിലും. മാധ്യമങ്ങളൊക്കെ നമ്മൾ അധികം പോവാതെ ഈ പുനരന്വേഷണത്തിന് ഇനിയും സാധ്യതയുള്ളൊരു കേസായിട്ടാണോ ഡിറ്റോ ഇത് കാണുന്നത്? അങ്ങനെയാണ്. പുനരന്വേഷണം എന്ന് വെച്ചാൽ ഇതൊരു മാർട്ടിനെ ബേസ് ചെയ്ത്, നമ്മളൊരു സിനിമാക്കാരനായതുകൊണ്ടായിരിക്കാം ഇതിനകത്തൊരു സ്റ്റോറിയുടെ താല്പര്യമുണ്ടല്ലോ നമുക്ക്. ഇത് മാർട്ടിനെ ബേസ് ചെയ്ത് എന്തുകൊണ്ട് ഇതിനെ ഒരു പുനർവായന അല്ലെങ്കിൽ ഒരു റീഡിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടുമെന്നാണ്. അത് ഒരു സ്വാഭാവികമാണല്ലോ. ഒന്നാം പ്രതി 8-ാം പ്രതിയെ മാത്രം ടാർഗറ്റ് ചെയ്യും, 2-ാം പ്രതിയെയും അത് ഉണ്ടാക്കിയ ഈ പരിസരങ്ങളെയും മുഴുവനായിട്ട് നമ്മൾ റദ്ദുകയും ചെയ്യും. ഇനി ഞാൻ അവസാനമായി ഒരു കൃത്യമായ ചോദ്യം ചോദിക്കട്ടെ, ഇതിലൊരു മാഡം ഉണ്ട് എന്ന് തന്നെയാണോ ഡിറ്റോ കരുതുന്നത്? മാഡം ഉണ്ട് തന്നെയാണ്. ആ മാഡം എന്ന് പറയുന്നത് ഒരു ഒറ്റയ്ക്കൊരാളാണ് എങ്കിലും അയാളിൽ എല്ലാം കൂടി ചേർന്ന ഒരു സെറ്റാണ്. അത് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നീട് ആ മാഡത്തിനെ എവിടെ വെച്ചാണ് ഈ പൾസർ സുനി ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. അതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ വെച്ച് 3 മാസം കഴിഞ്ഞ് ജയിലിൽ പൾസർ സുനി കിടക്കുന്ന സമയത്ത്
ആണ് ഇത് ഈ മാഡത്തിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടേക്ക്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പൾസർ സുനിക്ക് കേസൊക്കെ നടത്താനും അല്ലാതെയൊക്കെ പൈസയൊക്കെ ഇവിടുന്നൊക്കെയോ വന്നിട്ടില്ലേ? ആ മണി ട്രെയിൽ ഉണ്ടല്ലോ. ദിലീപ് പൈസ കൊടുത്തതിന് തെളിവില്ല എന്ന് വിധിയിൽ തന്നെ ₹1 കോടി കൊട്ടേഷൻ കൊടുത്താലും 10,000 രൂപയല്ലല്ലോ അഡ്വാൻസ്. ദിലീപിനെ അറിയാവുന്നവരാരും ദിലീപ് ഒരു പൈസ. അപ്പൊ അതുകൊണ്ട് ഈ പൾസർ സുനിയെ നിലനിർത്തുകയും കേസ് നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടല്ലോ. അതെ അതെ, അതിലേക്കും കൂടി അന്വേഷണം പോയാൽ അത് വ്യക്തമാവില്ലേ? തീർച്ചയായിട്ടും വ്യക്തമാകും. പൾസർ സുനിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് ദിലീപാണല്ലോ അതിനകത്തൊരു കക്ഷി, നമ്മളാരും അല്ലല്ലോ. ദിലീപ് അതിനകത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി കേസ് അപ്പോൾ ഇവിടം കൊണ്ട് തീർന്നിട്ടില്ല. അല്ല സാർ, ഇതൊരു കേരളത്തിലെ സാമൂഹ്യ ബോധത്തെ വല്ലാണ്ട് നിയമരംഗത്തെ എല്ലാത്തിനെയും ബാധിച്ച, ഇപ്പോൾ നമ്മൾ സിനിമാക്കാർക്ക് തന്നെയും ഇതൊരു വലിയ എല്ലാവർക്കും ഒരു പാഠമാണ് ഈ കേസ്. ദിലീപിനും പാഠമാണ്. ഇത് സിനിമാ ലോകത്തിന് മാത്രമല്ല ഡിറ്റോ, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഒരു രചന എന്നുള്ള നിലയ്ക്കുണ്ടല്ലോ ഈ വിധി നമ്മൾ വായിക്കുമ്പോൾ ഗംഭീരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു വിധിയും കൂടിയാണ്. ഞാൻ കുറേ വായിച്ചു, മുഴുവൻ വായിച്ച ഭാഗം കൊണ്ട് ഞാൻ പറയാണ്. ഒരു രചന എന്നുള്ള നിലയ്ക്ക് തന്നെ അപ്രീസിയേഷൻ സൂക്ഷ്മമായി ഓരോന്നെടുത്ത് ഓരോ ടെക്സ്റ്റ് ഓരോ പാഠമായിട്ട് ലെസണായിട്ട് വെച്ചത് പറഞ്ഞിട്ടുണ്ട്. അല്ല അതൊരു അപ്പൊ നമ്മൾ നിർത്തുമ്പോൾ ഒരു ചോദ്യം, ഈ മാഡം എന്തെങ്കിലും പുറത്തു വരും എന്ന് കരുതുന്നുണ്ടോ? മാഡം പുറത്തു വരാൻ ആർക്കും താല്പര്യമില്ല. വാദിക്കോ പ്രതികൾക്കോ പോലീസിനോ ഭരണകൂടത്തിനോ മാധ്യമങ്ങൾക്കോ ഒരുപക്ഷം മാധ്യമങ്ങൾക്കോ താല്പര്യമില്ല. നമ്മളെപ്പോലുള്ള കുറച്ച് പേർക്കാണ്. സിനിമയ്ക്ക് പറ്റിയ കഥാപാത്രം മാർട്ടിനേക്കാൾ കൂടുതൽ മാഡം തന്നെയായി ദുരൂഹമായിട്ട് ഇങ്ങനെ അവശേഷിക്കും എന്നാണ്. മാർട്ടിനെയാണ് ഇതിനകത്ത് വെളിച്ചം വീശേണ്ടതാണ്. മാർട്ടിനിലൂടെയാണ് ഇനി സഞ്ചരിക്കേണ്ടത്. ആ സഞ്ചാരം നടക്കുകയില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അത്രയ്ക്ക് എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തതാണ്, എല്ലാവർക്കും എല്ലാം അറിയാം. അത് മുന്നോട്ട് പോയാൽ, മാർട്ടിനിലൂടെ മുന്നോട്ട് പോയാൽ അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന, സ്വയം ഇരുന്ന് മുറിക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആകുന്നുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ പോകാത്തത്. പോയില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ എങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നിയമത്തിൻ്റെയും ഈ പറയുന്ന കേസിൻ്റെ സാറ് പറഞ്ഞ ഒരു വലിയ മാനം ഇതിനകത്തുണ്ട്. ഇതൊരു പഠിക്കേണ്ടതാണ്. ഇത് ഭാവിയിൽ സിനിമാക്കാരും നിയമ വിദ്യാർത്ഥികളും മാധ്യമങ്ങളും ഒക്കെ പഠിക്കേണ്ട ഒരു വിധിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാനിതിൻ്റെ പുറകെ ഇപ്പോഴും ഞാൻ ഒരു ചാനലിലോ ഒന്നിലും സംസാരിക്കാൻ തീരുമാനിച്ചിട്ട ആളല്ല, വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ സാറിനോട് ഇത് സംസാരിക്കാനുള്ള കാരണം ഇതിൻ്റെ ഒരു അക്കാഡമിക് തലം, ഈ സംഭവം, ഈ കേസ് ഒരു സ്റ്റഡിയാണ്. അതിൽ ഇത് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിലും അത് പഠനാർഹമാണ്. പോയില്ല എങ്കിൽ അതിനും ഒരു കാരണമുണ്ട്. ഏതെങ്കിലും കാലത്ത് മാഡം എന്നുള്ള പേരിലൊരു സിനിമ വരാൻ സാധ്യത കാണുന്നുണ്ടോ? സിനിമ വരുമല്ലോ, ഇതൊരു സിനിമയുടെ കഥയാണല്ലോ. സിനിമ വരാം. ഞാനാണൊരു സിനിമ എടുക്കുമെങ്കിൽ മാഡം എന്നല്ല, മാർട്ടിൻ എന്നായിരിക്കും പേര് എന്ന് മാത്രം. ശരി, സന്തോഷം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.